നമസ്കാരം വിനീസ് ടോണ്ടമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഏറ്റവും പുതിയ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് മുമ്പ് പഴക്കമുള്ള ഒരു വീഡിയോ ആണ്. മാതൃഭൂമിയിൽ വന്ന ഒരു വീഡിയോ, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ നാട്ടിലില്ല, അപ്പോൾ പുതിയ വാർത്തകളൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. കാരണം അത്രത്തോളം ഗൗരവപരമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ മാതൃഭൂമിക്കകത്ത് നടന്നൊരു ചർച്ചയിൽ മാധുവും രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഈ പ്രമോദ് പുഴക്കരെ എന്ന് പറയുന്ന ഒരാളും ഈ എന്താണ് BJP അല്ലെങ്കിൽ എന്താണ് RSS, എന്താണ് ഇവരുടെ പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ എന്താണ് ഇവരിപ്പം നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ ഈ ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ടോർച്ച് സൂര്യയെ പോലുള്ള ആൾക്കാർ, കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ടോർച്ച് സൂര്യ, ഒട്ടകം ഗോപാലൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാ അഡ്വക്കേറ്റാണ് കേട്ടോ. ഇവർക്കൊക്കെ ഈ വാലിൻ്റെ തുമ്പിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പദവി അതിങ്ങനെ തൂക്കിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ബോധവും സ്ഥലകാല ബോധവും ഒന്നുമില്ലാത്ത വെറും വൃത്തികെട്ട ചില ആൾക്കാരാണ് ഈ പറയുന്ന ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ ടോർച്ച് സൂര്യയെ പോലുള്ള ആൾക്കാരെ ഒന്നും കാണുന്നില്ല. ഈ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് 8 നിലയിൽ പൊട്ടി ആ വണ്ടിക്ക് കയറിപ്പോയ ആൾ പിന്നെ ആ പരിസരത്ത് കണ്ടിട്ടില്ലെന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ്. എന്താണെങ്കിലും ഈ ഒരു ചർച്ച അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. എന്താണ് ഈ RSSും BJPയും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനായതുകൊണ്ട് അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളുടെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിലയിരുത്തുന്നതാണ്. അപ്പം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയും. കാരണം ഈ ബലാത്സംഗത്തിൻ്റെ വീരനാണ് BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുരയുടെ കുരു പൊട്ടി എന്നുള്ളതാണ്. കാരണം ഇവർ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവർ തികഞ്ഞ മതേതരവാദിയും അല്ലെങ്കിൽ തികഞ്ഞ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളെയും ഒത്തുചേർത്ത് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, പല സ്ഥലങ്ങളിലും ഈ വാണിഭ കേസിൽ പ്രതിയായി അകത്തുപോയ ആൾക്കാരെ പൂവിട്ടും പൂമാല ഇട്ടും പിന്നെ ആരതി ഒഴിഞ്ഞുവെക്കുക തിരിച്ച് ജയിലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ പിടിച്ചിട്ട് MPയും MLAയും മന്ത്രിമാരൊക്കെ ആക്കിയിട്ടുള്ള പാർട്ടിയുടെ ഒരു വ്യക്താവാണ് ഈ പറയുന്ന സൂര്യ എന്ന് പറയുന്ന ഒരാൾ. അപ്പം അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കയറിയിട്ട് ചൊറിയുന്ന ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. BJPയുടെ രാഷ്ട്രീയ പദ്ധതിയാണ് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്ന ഇവനെയൊക്കെ ഇവിടെ ചർച്ച നിങ്ങൾ നടത്തിപ്പിക്കുന്നത്. സുരേഷ്, ഞാൻ മറുപടി പറയാനുള്ള അവസരം ഞാൻ അങ്ങേക്ക് തരും. അല്ല, അദ്ദേഹം പറയുന്നത് മറുപടി പറയാനുള്ള രാഷ്ട്രീയ പരിപാടിയാണ് ബലാത്സംഗം എന്ന മാതൃഭൂമി പറയുന്നത് പഞ്ചമുദ്രയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണോ ഈ രാജ്യത്ത്? സംഘപരിവാറിന്റെ അവൻ എന്ത് രാഷ്ട്രീയോ? അവനെ നിരീക്ഷകരായിട്ടല്ലേ നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ എന്തും പറയിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ആളുകൾ അല്ല, ഞാൻ സുരേഷ് പറഞ്ഞതിനെയൊക്കെ പറയിപ്പിച്ചതാണോ? BJPയുടെ രാഷ്ട്രീയ രാഷ്ട്രീയം പറയുന്നവർക്ക് അവരവൻ പറയുന്ന വാക്കുകളെ പറ്റി നല്ല ബോധ്യമുണ്ടാകും. ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ ഇവരൊക്കെ ആരാ പഠിപ്പിച്ചത്? സുരേഷ് മാന്യമായ ഭാഷ ഉപയോഗിക്കാം, മാന്യമായ ഭാഷ ഉപയോഗിക്കാം. ചർച്ചയാണ്. ഈ രാജ്യത്തിന്റെ നിലവാരത്തെ തകർക്കരുത് നിങ്ങൾ. സുരേഷ്, ഇതൊരു ചർച്ചയാണ്, മാന്യമായ ഭാഷ ഉപയോഗിക്കുക. വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ചോദിച്ചു, അതിന് അദ്ദേഹം മറുപടി പറയട്ടെ. നിർത്തിയാണല്ലോ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുക. രാഷ്ട്രീയം സംസാരിക്കുന്നവർക്ക് അവരവർ പറയുന്ന വാക്കുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസാരിക്കാനുള്ള പക്വതയൊക്കെയുണ്ട്. അല്ല, അങ്ങൊന്ന് സംസാരിക്കാതിരിക്കും, എന്നാലല്ലേ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയും. വേണ്ടിയാണ് BJPയുടെ പ്രതിനിധി ശ്രമിക്കുന്നത്. അല്ലല്ല, രാഷ്ട്രീയ അവനെ CPM-കാരനായിട്ട് ഇങ്ങനെ ഒരു അതിഥിയെ സംബോധന ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഒരു അതിഥിയെ സംബോധന ചെയ്യാൻ കഴിയില്ല. നോക്കൂ, അങ്ങേ കേൾക്കുന്നത് സമൂഹമാണ്. സുരേഷ്, അങ്ങയെ കേൾക്കുന്നത് സമൂഹമാണ്. ബലാത്സംഗം രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്ന യവനെ പോലെയുള്ളവന്മാരോട് ചർച്ച ചെയ്യേണ്ട ഒരു മാന്യത എനിക്ക് ആവശ്യമില്ല. സുരേഷ്, അല്ല, അങ്ങേക്ക് പറയാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തേക്ക് അങ്ങ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള സാവകാശം കൊടുക്കൂ. അങ്ങ് എത്ര ചർച്ചകളിൽ ഇരുന്നിട്ടുള്ള ആളല്ല. നിങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്. മാതൃഭൂമിയും മാധവുമാണ് നിയന്ത്രിക്കേണ്ടത്.
നിങ്ങൾ നിയന്ത്രിക്കാത്ത സമയത്താണ് ഞാൻ പ്രതികരിക്കേണ്ടി വന്നത്. നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു, ഞാൻ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? അത് നിങ്ങൾ ഞാൻ എല്ലാവരും രാഷ്ട്രീയം വിഡ്ഢിയായി സംസാരിക്കുന്ന പോയതുകൊണ്ടാണ്. ആളുകളാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ എന്റെ വേണ്ടിയാണ് നിങ്ങൾ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പാർട്ടിയുടെ ക്ഷണിക്കുന്നത്. എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നയം അതിനുള്ള പ്രതിഷേധം അങ്ങ് പരമാവധി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ശ്രീ സുരേഷ്. ഇനി മറുപടി പറയാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കൂ. അതാണ് മാന്യത, അതാണ് ജനാധിപത്യം. അങ്ങ് ഒന്ന് കുറച്ചു നേരം സംസാരിക്കാതിരിക്കൂ. അദ്ദേഹം മറുപടി പറയട്ടെ. ഇങ്ങനെയുള്ളവരുടെ മറുപടി കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മാധു. അവരെ എന്തുദ്ദേശിച്ചാ കൊണ്ടിരുത്തിയിരിക്കുന്നത് നിരീക്ഷക വേഷത്തിൽ? അദ്ദേഹം ആദ്യമായല്ലോ ഒരു ചർച്ചയ്ക്ക് വരുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണ്. ആ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചെടുത്തിരിക്കുന്നത്. എന്റെ അതിഥിയോട് എനിക്ക് നല്ല ബഹുമാനവുമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും. അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുകയും ചെയ്യും. അതിനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ശ്രീ സുരേഷ്, അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങ് ഒന്ന് സംസാരിക്കാതെ ഇരിക്കൂ. എന്നാലല്ലേ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയൂ. ഈ ചോദ്യം എത്രാമത്തെ തവണയാണ് അങ്ങ് ചോദിക്കുന്നത്? ആ ഉത്തരവാദിത്തത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. അദ്ദേഹം വിശദീകരിക്കുമെന്ന്. അതൊന്ന് കേൾക്കൂ അങ്ങ്. അതിനുശേഷം സംസാരിക്കൂ. ശ്രീ പ്രമോദ് പുണങ്കര, അങ്ങ് പറഞ്ഞ പ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. തീർച്ചയായും അതൊക്കെ വിയോജിപ്പുണ്ടാവും. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമ്മളൊരു പാനലിൽ ചർച്ചയ്ക്ക് ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് അതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി മറ്റൊരാളെ ആ പാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെ തെണ്ടി എന്ന് വിളിക്കുമ്പോൾ അയാളെ ആ ചർച്ചയിൽ തുടരാൻ അനുവദിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇതാണ്. എന്നെ സംബന്ധിച്ചതൊന്നും എന്നെ സ്പർശിക്കുന്നേ ഇല്ല. ഇത് നോക്കൂ, അതായത് ഒറ്റ നിമിഷം ഞാൻ അവിടെ ഇടപെടേണ്ടതുണ്ട് അല്ലേ? എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങും അദ്ദേഹവും എന്നെ ഒറ്റ നിമിഷം ശ്രീ പ്രമോദ് പുണങ്കര, ഒറ്റ നിമിഷം എനിക്ക് ഒരു മിനിറ്റ് മതി. ഞാനൊന്ന് വിശദീകരിക്കട്ടെ. അതിലെനിക്ക് പരാതിയേയില്ല. അല്ല, ഒരാൾ വിളിക്കുന്നതല്ല കേട്ടോ നമ്മൾ. ഒരാൾ വിളിക്കുന്നതല്ല നമ്മൾ. പറയൂ. അല്ലല്ല, അതൊക്കെ എനിക്കറിയാം. ഇതൊന്നും എന്നെ സ്പർശിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ മിണ്ടാതിരുന്നത്. ഞാനിവിടെ എൻ്റെ പൊളിറ്റിക്സ് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഞാൻ പറയുകയും ചെയ്യും. അതായത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് കീഴടക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെയും വംശീയ എതിരാളികളുടെയും സ്ത്രീകളെ അപമാനിക്കുകയും ലൈംഗികമായി അവരെ ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതൊരു പരിപാടിയാണ്. BD സവർക്കറുടെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ എന്തായാലും ഈ മണ്ടന്മാർ ലണ്ടൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പം മണ്ടന്മാരൊന്നും ലണ്ടനിലല്ല, മണ്ടന്മാർ മൊത്തം BJPയിലും RSSലുമുള്ള ഈ പാർട്ടിക്കകത്താണ്. കാരണം സകലമാനം വരുന്നവനെല്ലാം ഒരെണ്ണം പോലും ഇല്ല വിവരമുള്ളവൻ, ഒരെണ്ണം പോലും. ഈ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഇദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് BJP അല്ലെങ്കിൽ എന്താണ് ഈ RSS എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. സവർക്കറിനെയും ഗോഡ്സെ പോലുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സുരേഷിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങും. പിന്നെ അങ്ങോട്ട് കുരുപൊട്ടി ഒലിക്കില്ല. കാരണം ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവിച്ച് മരണപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അവർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മളൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. കുറച്ച് മുമ്പ് മാതൃഭൂമിയിൽ നടന്നിട്ടുള്ള ഒരു വാർത്തയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് എന്റർടൈൻമെന്റ്.